മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറാണ് പൃഥ്വിരാജ് സുകുമാരൻ. പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ചേട്ടൻ ഇന്ദ്രജിത്തുമായി ബന്ധപ്പെട്ടുള്ള ആ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നിരന്തരമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാറുണ്ട്. കാര്യം സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ഇന്ദ്രജിത്ത് സുകുമാരൻ്റെ മകളായിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥനയുടെ ചില ഫോട്ടോഷൂട്ടുകളൊക്കെ വൈറലാവാറുണ്ട്. ചില ബീച്ചിൽ നിന്നൊക്കെ എടുത്ത ഫോട്ടോ, വിദേശങ്ങളിൽ നിന്ന് എടുത്ത ഫോട്ടോ ഒക്കെ വൈറലാവാറുണ്ട്. അപ്പോൾ ഇപ്പം മല്ലിക സുകുമാരൻ ചില കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രാർത്ഥനയുടെ വസ്ത്രധാരണ രീതി ശരിയല്ല, വളരെ ഹോട്ടായിട്ട് വസ്ത്രം ധരിക്കുന്നു, ഇത്ര ചെറിയ കൊച്ചിനെ ഇങ്ങനെ പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ആ കുട്ടിയെ എത്രത്തോളം, ആ കുട്ടിയുടെ പ്രായം നോക്കാതെ അവരുടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന, വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ആ ഘടകങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ ഒരു തരത്തിൽ കുശുമ്പ് ഒക്കെ തീർക്കുന്ന, അസൂയയൊക്കെ തീർക്കുന്ന കുറേ ആളുകളെ സോഷ്യൽ മീഡിയ കാണാൻ പറ്റും. അവർക്ക് എന്താണ്, അവരിഷ്ടമുള്ള ഫോട്ടോ എടുത്തോട്ടെ, ഡ്രസ്സ് ധരിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താണ് എന്ന ചോദ്യം ഇപ്പുറത്തുണ്ട്. പക്ഷെ അതൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് ഇപ്പോൾ മല്ലിക സുകുമാരൻ കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താ അവർ പറഞ്ഞേ? പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. പുരുഷൻ ഇപ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയാൽ അതിനെ വിമർശിച്ചുകൊണ്ടോ ഫ്രസ്ട്രേഷനുള്ള പുരുഷന്മാരോ സ്ത്രീകളോ ഒന്നും അതിൻ്റെ താഴെ കമൻ്റ് ഇടാറില്ല. പക്ഷേ സ്ത്രീ, അത് സിനിമാ നടിയാണെങ്കിലും സാധാരണ സ്ത്രീ ആണെങ്കിലും ഇപ്പോൾ സെലിബ്രിറ്റി ആയ സ്ത്രീകളാണെങ്കിലും ഒക്കെ വസ്ത്രം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറേ ആളുകൾ വന്ന് കമൻ്റ് ഇടുന്നത്, നിനക്കൊന്നും വേറെ ജോലിയില്ലേ, നിൻ്റെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം എന്നുള്ളതാണ് ആ ചോദിക്കുന്നവൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ മോശകരമായ രീതിയിലാണ് കമൻ്റ് ഇടുന്നത്. പണ്ട് ഈ കമൻ്റൊക്കെ കണ്ട് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ, സ്ത്രീകൾ, ഇപ്പോൾ അതിന് തക്ക മറുപടി കൊടുക്കുന്നുണ്ട്. നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ അമ്മയോട് ആദ്യം ചോദിക്ക്, എന്നിട്ട് ഞാൻ അതിൻ്റെ മറുപടി പറയാം എന്ന് വരെ പച്ചയ്ക്ക് തള്ളക്കും തന്തയ്ക്കും വിളിക്കുന്ന തരത്തിലേക്ക് സ്ത്രീകൾ കുറച്ചുകൂടി ഇക്കാര്യത്തിലൊക്കെ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പേടിച്ച് അങ്ങനെയൊന്ന് നിന്നെയൊക്കെ ഭയന്ന്, ഈ കമൻറ്റോളികളെയൊക്കെ ഭയന്ന് വീടിനകത്തിരിക്കാൻ സത്യത്തിൽ ഞങ്ങൾക്ക് സമയമില്ല, ഇങ്ങോട്ടൊന്ന് തന്നാൽ 100 അങ്ങോട്ട് തരാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവർ പോകുന്നത്. അതിപ്പോൾ മല്ലിക സുകുമാരനോട് ഇന്ദ്രജിത്തിൻ്റെ മകൾ പ്രാർത്ഥനയുടെ വേഷം കീറിയ പാൻറ്റും കയ്യില്ലാത്ത ഉടുപ്പും, ആ പ്രായത്തിൽ ഞാൻ ധരിച്ചത് ഹാഫ് സാരി എന്ന് പറഞ്ഞിട്ടാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അപ്പോൾ അതിന് മല്ലിക സുകുമാരൻ എന്തിനാണ് ഇങ്ങനെ കൊച്ചുകുട്ടിയെന്നല്ല, എനിക്ക് ഡിഗ്രിക്ക് ലണ്ടനിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ കുട്ടിയോട് എന്തിനാണ് ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നത്, നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മല്ലിക സുകുമാരൻ പറയുന്നു, പ്രാർത്ഥന എന്തുകൊണ്ടാണ് കീറിയ പാൻറ്റുകൾ ഇടുന്നതെന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല, പിന്നെ ഞാൻ എന്തിനാണ് എതിർക്കാൻ പോകുന്നത്? മരുമകൾ പൂർണിമയുടെ പ്രധാന ജോലി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുക എന്നതാണ്. അവൾ പല വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്ത് അവ ധരിച്ച് ചിത്രങ്ങൾ പലർക്കും അയച്ചു കൊടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പതിവുമുണ്ട്. അതൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയല്ല. വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അമേരിക്കയിലും ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന കുട്ടിയല്ലേ, ലണ്ടനിൽ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കയ്യില്ലാത്ത ഉടുപ്പോ ഇട്ടെന്ന് വന്നേക്കാം. ലണ്ടനിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ആരുമില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലെ വേഷവിധാനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങും. നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ രീതിയിലുള്ള വസ്ത്രങ്ങളും പ്രാർത്ഥന ധരിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ അവൾ സാരി എടുത്ത് വന്നിട്ടുണ്ടല്ലോ, അതൊന്നും ആരും കണ്ടിട്ടില്ലേ? എല്ലാം അവരുടെ ഇഷ്ടമല്ലേ? വിമർശകരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. നിൻ്റെ പ്രായമൊന്നും അവർക്ക് പ്രശ്നമല്ലെന്ന് ഞാൻ പ്രാർത്ഥനയോട് പറയാറുണ്ട്. ഞാനൊരു ലൂസ് പൈജാമ ഇട്ടാലും പലരും വിമർശിക്കും, അതൊക്കെ സാധാരണമാണ്. ഞാൻ വിദേശത്ത് പഠിച്ചിട്ടില്ല. പ്രാർത്ഥനയുടെ കാര്യം നോക്കാൻ വേറെ ആളുകളുണ്ട്. പൊതുവേദിയിൽ പോകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് കുട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് യൂണിഫോം ഹാഫ് സാരി ആയിരുന്നു, അതിപ്പോൾ ഇല്ല. അത് എവിടെ പോയെന്ന് ആരും അന്വേഷിക്കാത്തത് എന്താണ്? തമിഴ്നാട്ടിൽ ഇപ്പോഴുമുണ്ട്. ഓരോ കാലത്തിനനുസരിച്ച് ഫാഷൻ മാറും, അതിനോട് ആകർഷണം എല്ലാവർക്കും തോന്നും. 17 വയസ്സായ കുട്ടിക്കും 47 വയസ്സായ സ്ത്രീക്കും തോന്നാം. ആദ്യം 47 വയസ്സുള്ളവരെ വിമർശിക്കുക. ഇങ്ങനെയാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. ശരിയല്ലേ? നമുക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അത് ഇപ്പോൾ ഞാൻ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് നോക്കി വസ്ത്രം ധരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയമാണ്, സത്യം പറഞ്ഞാൽ ഭയമാണ്.
ഫേസ്ബുക്കിൽ എൻ്റെ ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ ഞാനത് ഇടുന്നതിന് മുൻപ് സൂം ചെയ്തൊക്കെ നോക്കും. ലൈഫിൽ ആദ്യമായിട്ടൊരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടണം എന്ന് വിചാരിച്ച് വാങ്ങി വെച്ചിട്ട് അതിടാൻ മടിയായത് കാരണം എൻ്റെ റൂമിൽ മാത്രം ഇട്ട് ആഗ്രഹം തീർത്ത ഒരാളാണ് ഞാൻ. കാരണം പുറത്തിടാൻ എനിക്ക് ഭയമാണ്. ആളുകൾ എങ്ങനെയാണ് അത് എന്നെ എടുക്കും, ഏത് രീതിക്കായിരിക്കും ആളുകൾ എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെയുള്ള ഒരു വൃത്തികെട്ട ചിന്താഗതി എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വസ്ത്രധാരണത്തിൽ നാട്ടുകാരുടെ കൂലി കംഫർട്ട് നോക്കിയിട്ടാണ് ഞാൻ ഇടുന്നത്. എന്തുകൊണ്ടാണ് തിരുത്താൻ പറ്റാത്തത്? എനിക്ക് പറ്റുന്നില്ല. അത് ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് പാർത്ത. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഞാൻ 90കളിലോ അതിന് മുന്നേ 75കളിലോ ഒക്കെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ധന്യയുടെ ഹസ്ബൻഡ് വളരെ ഫ്രീ ആയിട്ട്, അതായത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ തരത്തിലൊരു ബുദ്ധിമുട്ട് ധന്യക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, എനിക്ക് ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നല്ല പ്രശ്നം. ഹസ്ബൻഡ് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ജേർണലിസ്റ്റായി ഇവിടെ ഇരിക്കില്ലല്ലോ. കാരണം PG ഒക്കെ കഴിഞ്ഞ് വല്ല കുടുംബത്തിൽ ഒതുങ്ങി നിന്ന് ജോലി ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ കൊണ്ടുപോകേണ്ടതല്ല. അല്ല, എൻ്റെ ഇഷ്ടത്തിന് വിദ്യാഭ്യാസത്തിലേക്ക് വിട്ടതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് നാട്ടുകാരെയാണ് ഇപ്പോഴും പേടി. നാട്ടുകാരെന്ന് ഉദ്ദേശിച്ചത് ജനസമൂഹത്തെയാണ്. ജനങ്ങൾ എന്ത് വിചാരിക്കും? ഞാനൊരു പാൻറ്റോ ഒരു ഹാഫ് ഷോർട്ട്സോ ഒക്കെ ഇട്ടാൽ, അല്ലെങ്കിൽ ഈവൻ ഒരു ടീഷർട്ട് ഇട്ടാൽ പോലും എനിക്ക് ടെൻഷനാണ്. ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒതുങ്ങി പിന്നെ എന്താ പറയുക, ഒരു കുലസ്ത്രീയായി നടന്നാൽ മാത്രമേ എനിക്ക് എന്നിലേക്ക് ആളുകൾ എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ വളരെ മാന്യതയായ, വളരെ എന്താ പറയുക, ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു എല്ലാ കെട്ടുപാടുകളുമൊക്കെയുള്ള ഒരു തനി വീട്ടമ്മയായ ഒരു നല്ല ഭാര്യയായ ഒരാളായി നാട്ടുകാർ എന്നെ കരുതണമെങ്കിൽ ഞാൻ എൻ്റെ വേഷവിധാനത്തിലും എൻ്റെ ശരീരത്തിൻ്റെ നടപ്പിലും രീതിയിലും ഇരിപ്പിലും നിപ്പിലും സംസാരത്തിലുമൊക്കെ ഞാനത് കൊണ്ടുവരണം. അതായത് ധന്യ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് ഈ നാട്ടുകാരുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമൂഹം എന്ന് പറയുന്ന അതിലുള്ള ചില ആളുകളുടെ സദാചാര നെറേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നമ്മുടെ മനസ്സിലേൽപ്പിച്ചിട്ടുള്ള ഒരു ആഘാതമുണ്ട്. ആ ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൽ തന്നെ നിന്ന് പോവേണ്ടതായി വരുന്നു പല കാരണങ്ങൾ കൊണ്ട്. അതാണ് യാഥാർത്ഥ്യം. പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അവിടെ തന്നെ കോറിയിട്ടിരിക്കുന്നു, തളയ്ക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെ തളച്ചിടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, പല പ്രശ്നങ്ങളുമുണ്ട്. കാരണം അവരുടെ മനസ്സിനെ അത്രമേൽ ആഘാതമേൽപ്പിക്കുന്ന പല അനുഭവങ്ങളും അവർക്കുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു പെൺകുട്ടി, പേര് ഞാൻ പറയുന്നില്ല, കാണാൻ അതിസുന്ദരിയാണ്. നമ്മൾ ഈ എന്താ പറയുക, ചിത്രരചനയിലൊക്കെ കണ്ട പെൺകുട്ടികളില്ലേ, ഈ വരച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപം എന്നൊക്കെ നമുക്ക് പറയலாம், അതേ ഭംഗിയുള്ള പെൺകുട്ടിയാണ്. രാജാരവിവർമ്മയുടെ ചിത്രങ്ങൾ പോലെ നല്ല കണ്ണുകൾ. ഞങ്ങളുടെ സ്കൂളിലെ താരമായിരുന്നു ആ സമയത്തെന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവളെ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടപ്പോൾ രൂപമാകെ മാറിപ്പോയി. പ്രായം വരുമ്പോൾ അതിൻ്റേതായ മുഖത്തിൻ്റെ ഭാവവും മാറ്റങ്ങളും ഒക്കെ വരുമെങ്കിലും ആ പോസിറ്റീവ് എനർജി അതൊക്കെ മാറി. നല്ല ഡാൻസൊക്കെ കളിക്കുന്ന നല്ല കുട്ടിയായിരുന്നു, പഠിക്കുകയും എല്ലാത്തിലും. ഞാൻ പ്രസംഗ മത്സരത്തിൽ ഞങ്ങൾ രണ്ടുമാണ് എപ്പോഴും എതിർ ശക്തികളായി വരുന്നത്. പലപ്പോഴും എനിക്ക് അന്നേ കുറച്ച് അസൂയയും കുശുമ്പൊക്കെ കൂടുതലുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പം ബുദ്ധി ഉദിച്ചപ്പോൾ അത് കുറഞ്ഞു. എനിക്ക് തോന്നുന്നത് കുറഞ്ഞത് ബുദ്ധി ഉദിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് ഭയങ്കര അസൂയയും കുശുമ്പും, പഠിത്തത്തിലൊക്കെ ഭയങ്കര അസൂയയും കുശുമ്പൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ പ്രസംഗ മത്സരത്തിലൊക്കെ പരസ്പരം ഇതാക്കുമ്പോൾ ഒരു പോയിൻ്റൊക്കെ കൂടുതലിട്ട് ഞാനിരുന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല, എന്നെ ഇങ്ങോട്ട് വന്ന് എൻ്റെ ഈ മറുക് കണ്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് വന്ന് ധന്യല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ പേര് പറഞ്ഞു. അപ്പം ഞാൻ അതിശയിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താ. അപ്പം എന്നോട് പറഞ്ഞു, എന്നെ കാണാറുണ്ട് വാർത്തകളിലൊക്കെ, അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ പറയാറുണ്ട്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇവൾ ഈ മേഖലയിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്നൊക്കെ ഞാൻ വീട്ടിൽ പറയാറുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇല്ല, മക്കളൊക്കെ ആയി, ഇപ്പോൾ ഞാൻ ഹൗസ് വൈഫാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നീട് പഠനം, ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചു. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹസ്ബൻഡിന്, അപ്പോൾ അതുമായിട്ടൊക്കെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ്
ശരി, എനിക്ക് നമ്പറൊക്കെ തന്നു പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആലോചിക്കുകയാണ്, ഞാനൊക്കെ ലൈഫിൽ എവിടെയൊക്കെയോ എത്തും എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചവർ വെറും വീട്ടമ്മമാരായി മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാഴ്ച. ഞാനൊക്കെ അതിൽ നിന്ന് കുറച്ചുകൂടെയെങ്കിലും ഒരു പെർസെൻറ്റേജ് എങ്കിലും മുന്നോട്ട് വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇവരൊക്കെ അതും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പല സ്ത്രീകളും ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിലൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ വിചാരിച്ചാലും നടക്കില്ല. അതൊരു തളയ്ക്കപ്പെട്ട ലോകമാണ്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നോക്കിയാൽ വീണ്ടും തളയ്ക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളത് മാത്രം.